നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോ ജീവൻ വിശ്വസിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ തുടർന്ന് പോയേ പറ്റൂ. നിത്യയുടെ നന്മയ്ക്ക് വേണ്ടി ഞാനിത് പറയുന്നത്. വേഗം പോഹരി. അമ്മാ, നീ വേഗം ഒന്ന് പോ. സുജാതെ, കാര്യങ്ങളൊക്കെ ഇത്രത്തോളം എത്തിച്ചിട്ട് അവസാനം എല്ലാം തകർന്നു പോയല്ലോ. രാമകൃഷ്ണേട്ടൻ ഇനിയിപ്പോ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ഞാനും രഘുവേട്ടനും വരാൻ കുറച്ച് വൈകി. മക്കളെ, നിത്യമ്മ പെട്ടെന്ന് വീട്ടിലേക്ക് വരും. നിങ്ങൾ അപ്പൂപ്പന്റെ കൂടെ വീട്ടിലേക്ക് പൊയ്ക്കോ. ശരവണ, വണ്ടി എടുക്ക്. ശരി വാ മക്കളെ, കേറ. എന്താ സുജാത ഈ നടക്കുന്നതൊക്കെ? അല്ല, കുറച്ചു നേരമായിട്ട് കൺമുമ്പിൽ കാണുന്ന കാഴ്ചകളൊക്കെ വിശ്വസിക്കാനാവാതെ നിൽക്കുക ഞങ്ങള്. നിത്യച്ചിയുടെയും ഹരിയേട്ടന്റെയും വിവാഹം നടന്നു എന്ന് പറഞ്ഞത് സത്യമല്ലേ? ആദ്യമോൻ അവരുടെ കുഞ്ഞാണെന്ന് പറഞ്ഞത് സത്യമല്ലേ? ഒന്നിച്ച് ജീവിക്കുന്നവർക്കിടയിൽ എന്തിനായിരുന്നു രജിസ്റ്റർ മാരേജ്? പറ. ശിവാനന്ദ, നിങ്ങളെ ഇവിടെ എത്തിച്ചത് ജീവനാണ്. നിങ്ങൾ പോലും വിശ്വസിച്ചില്ലേ ജീവനിൽ മാറ്റമുണ്ടെന്ന്? പക്ഷേ അത് സത്യമല്ല. ഞാനെല്ലാം പറയാം നിങ്ങളോട്. ഇത്രയും കാലം തനിച്ചെല്ലാം കൊണ്ടു നടന്നു. ഇനി അതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നൊരു രാത്രിയിൽ ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് പോന്നപ്പോ
നിന്റെ ജീവിതത്തിൽ നിന്നും ഒരു കെട്ടകാലം അമ്മ തുടച്ചു കളയാൻ പോവാ. നമുക്കെല്ലാവർക്കും വേണ്ടി മോള് സമ്മതിച്ചേ പറ്റൂ. അമ്മ ഹരിയോട് പറയട്ടെ വിവാഹത്തിന് നിനക്ക് സമ്മതമാണെന്ന്. വേണ്ട, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. അയ്യോ അയ്യോ അമ്മേ. ഇതിൽ കൂടുതൽ അപേക്ഷിക്കാൻ എനിക്കറിയില്ല. ഈ വിവാഹത്തിന് നീ സമ്മതിച്ചേ പറ്റൂ. ഹരി എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല. മോള് നീ എന്താ പറഞ്ഞേ? അതെ അമ്മ, ആ മനുഷ്യനെ ചതിക്കാൻ പാടില്ല. എന്തെങ്കിലും ആചാരം പറഞ്ഞ് ഹരിയുടെ കയ്യിൽ നിന്ന് താലി വാങ്ങിച്ച് അമ്മ എന്റെ കഴുത്തിൽ കെട്ടിയാൽ മതി. മോളെ, അത് കല്യാണം നടന്നു എന്ന് കുട്ടികൾ വിചാരിക്കുകയും ചെയ്യും. ഞാൻ എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കുകയും ചെയ്യാം. ഞാൻ അവന്റെ അമ്മയാണ്. പക്ഷെ ഇപ്പോഴും നിത്യ അവനിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോ ജീവൻ വിശ്വസിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ തുടർന്ന് പോയേ പറ്റൂ. നിത്യയുടെ നന്മയ്ക്ക് വേണ്ടി ഞാനിത് പറയുന്നത്. ശിവാനന്ദ, എന്റെ മരണം വരെ അവൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് സദാനന്ദേട്ടന് ഞാൻ കൊടുത്ത വാക്കാണ്. ആ വാക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.